നമ്മുടെ ക്രൈമിൻ്റെ സ്വഭാവം ഭയങ്കരമായി മാറി. ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ക്രൈമും ഐഡൻറ്റിറ്റി തെഫ്റ്റും ഉൾപ്പെടെയുള്ള പുതിയ തലത്തിലുള്ള ക്രൈം ഉണ്ടാവുകയാണ്. ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ക്രൈമുകൾ തടയുന്നതിന് വേണ്ടി പോലീസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ അവരുടെ സാങ്കേതിക വിദ്യയും അവരുടെ സംവിധാനങ്ങളും അതോടൊപ്പം ഉയർത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്? സർ, പോലീസിൽ ഇതിനനുസൃതമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിൽ വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെ നമ്മുടെ പുതിയ റിക്രൂട്ട്മെൻറ്റിൽ വലിയ തോതിലാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ചെറുപ്പക്കാരികളും ചേരുന്നത്. അതുതന്നെ പോലീസിൻ്റെ ഒരു മുഖത്തിന് വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നാം നടത്തിയ സൈബർ രംഗത്തെ ഇടപെടൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യം തന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ആ കാര്യത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്താകെയുള്ള പോലീസിലെ നല്ല വിഭാഗത്തിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ട്രെയിനിങ്ങുകളും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ പുതിയ റിക്രൂട്ട്മെൻറ്റുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ വലിയ തോതിൽ പോലീസിൻ്റെ മികവ് വർദ്ധിപ്പിക്കാൻ തന്നെ കഴിയും.